പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കേൾക്കാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിലും കർത്താവ് ഇങ്ങനെ ഒരു വലിയ അവസരത്തെ കർത്താവ് അടിയനും നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അഭിഷിക്തന്മാരായ ദേവദാസന്മാർ, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ സാം ചുങ്കത്ത് അവറുകൾ, ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ബിനുവങ്കിൾ, എന്നോടൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരൻ ആരൺ ജോയൽ അവറുകൾ, എല്ലാവരോടും ഒരുമിച്ച് കർത്താവിനെ അല്പസമയം അവൻ്റെ നാമത്തെ ഉയർത്താൻ, ആ കർത്താവിൻ്റെ നാമത്തിന് തക്ക മഹത്വം നൽകാൻ നമ്മുടെ ജീവിതത്തിൽ ഈ അവസരത്തിലും കർത്താവ് നൽകിയ ഈ സാവകാശം അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളായി ഇത് മാറട്ടെ. കേവലം ഒരു സൂം മീറ്റിങ്ങിന് കടന്നു വന്ന് അതിന് ജോയിൻ ചെയ്ത് ഇരുന്ന് മടങ്ങി പോകുന്നതിലുപരിയായി ജീവിതത്തിനകത്ത് വലിയ പദ്ധതികൾ നമ്മളെക്കുറിച്ചുള്ളത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന നിമിഷങ്ങളായി മാറട്ടെ. അല്പസമയം മധുരങ്ങളെ തുറന്ന് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഈ ശബ്ദധരണികൾ നമ്മുടെ ഭവനത്തിനകത്ത് അടിക്കുമ്പോൾ ജീവിതത്തിനകത്ത് നാം മുൻപ് കേട്ടതുപോലെ പ്രതീക്ഷ ഇല്ലാത്ത മേഖലകൾക്കകത്തും വലിയ പ്രതീക്ഷകളുടെ സാധ്യതകളുടെ വലിയ മുളപ്പുകൾ പുറപ്പെടുന്ന ചില നിമിഷങ്ങളായി അത് മാറട്ടെ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവ സാന്നിധ്യത്തോടെ എത്ര പേർക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും? മധുരങ്ങളെ തുറന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്ന എത്ര ജീവിതങ്ങൾ ഇന്ന് ഇതിനകത്തുണ്ട്. ഓ ജീസസ്, വി ലവ് യു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ഉയർത്തുന്നു. പിതാവ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന അപ്പനെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. മറ്റെന്തിനേക്കാളും അങ്ങയുടെ നാമം ഇതിനകത്ത് ഉയരട്ടെ. ഞങ്ങളുടെ സഭയ്ക്കകത്ത് അങ്ങയുടെ നാമം ഉയരട്ടെ. ഞങ്ങളുടെ ദേശത്തിൽ അങ്ങയുടെ നാമം ഉയരട്ടെ. ഞങ്ങളുടെ ഭവനത്തിനകത്ത് അങ്ങയുടെ നാമം ഉയരട്ടെ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്ത് അങ്ങയുടെ നാമം ഉയരട്ടെ. എല്ലാ അധരങ്ങളും തുറന്ന കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാട്ടെ. നാം വിളിക്കപ്പെട്ടത് അവൻ്റെ നാമത്തെ ഉയർത്താൻ, ആ നാമത്തെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നാം. രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകിയാൽ ഈ സന്ധ്യാസമയം അധരങ്ങളെ തുറന്ന കർത്താവിൻ്റെ സമയം സ്തുതിച്ചു തുടങ്ങിയാണ്. ഓ ജീസസ്, we love you Lord. കൂട്ടുകാരിൽ പരമായെന്നെ ആനന്ദ തൈലം പകർന്നു. കൂട്ടുകാരിൽ പരമായെന്നെ ആനന്ദ തൈലം പകർന്നു. ശത്രുമധ്യയും തല ഉയർത്തി, ശത്രുമധ്യയും തല ഉയർത്തി നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകാതെ നന്ദിയേകിടാതിരുന്നിടുമോ? ജീവിതത്തിന്മേടുകളിൽ, ഓ ജീവിതത്തിന്മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിന്മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ ധൈര്യം നൽകി, വചനം നൽകി, ധൈര്യം നൽകി, വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താൻ നന്ദിയേകിടാതിരുന്നിടും. ഓ നന്ദിയോടെ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൻ നന്ദിയേകിടാതിരുന്നിടും.
ദുഃഖമേറിടുമ്പോ, മാനം നൊന്തു കാലങ്ങിടുമ്പോ, ഭാരം ദുഃഖം ഏറിയപ്പോ, മാനം നൊന്തു കാലങ്ങിയപ്പോ, ചാരെ അണച്ചു ആശ്വാസം നൽകി, ചാരെ അണച്ചു ആശ്വാസം നൽകി, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ഓ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നടത്തിയ വിധങ്ങൾ, ഓ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടും. യേശുവേ, അങ്ങ് നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഉറക്കെ വിളിക്കാമോ? ഓ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഓ ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഈ സന്ധ്യാസമയം എത്ര പേർ കതരങ്ങളെ തുറന്ന കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ കഴിയും? അപ്പാ യേശുവേ എന്നൊന്ന് വിളിക്കാൻ കഴിയുമോ? നമ്മുടെ വിളിപ്പുറത്തിറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇന്ന് പകലും അതിന് അളവിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ദൈവ സാന്നിധ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ടില്ല. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. ഇന്ന് പകൽ അളവില്ലാത്തതുപോലെ ദൈവ സാന്നിധ്യത്തെ പകരാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രിയിലും അവൻ നമ്മുടെ കൂടെയുണ്ടെന്ന്, ഈ സന്ധ്യാസമയം അവൻ നമ്മോട് കൂടെയുണ്ടെന്ന്, നമ്മുടെ ഭവനത്തോട് കൂടെയുണ്ടെന്ന്, നമ്മുടെ സഭകളോട് കൂടെയുണ്ടെന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ചില നിമിഷങ്ങളായത് മാറട്ടെ. എന്റെ സങ്കടം തീർത്തതിനാലോ, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനാലോ, എന്റെ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്കകത്ത്
നീക്കം വരുത്തതിനാലോ അല്ല, മറിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അവൻ്റെ ചങ്കിലെ ചോര മുഴുവൻ നൽകി എന്നെ വീണ്ടെടുത്ത് അവൻ്റെ സ്നേഹം മുഴുവൻ അവൻ പ്രദർശിപ്പിച്ചതിനാൽ, ലോകം കാണിക്കാത്ത സ്നേഹം സ്വർഗം നമ്മോട് കാണിച്ചതുകൊണ്ട് ഇന്ന് ഈ സമയം എത്ര പേർ ആ കർത്താവിനെ സ്തുതിക്കും, എത്ര പേർ കർത്താവിനെ വാഴ്ത്തും. ഈ സമയം ദൈവസന്നിധിയിൽ നന്നായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. പകൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്ന നിമിഷങ്ങളായി ഇത് മാറട്ടെ. ഈ മീറ്റിംഗ് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത നിമിഷമായി മാറട്ടെ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇതേ സമയം എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിലുപരിയായി കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് അവന്റെ നാമത്തെ ഉയർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയാണെന്ന് പറയാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? അങ്ങനെ പറയുന്ന ആ ജീവിതത്തിനകത്ത് ആ സാധ്യതകളെ തുറന്നു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൻ്റെ നടുവിൽ ഒരിക്കലും തലകുനിക്കേണ്ടതായി വരത്തില്ല. അത് നമ്മുടെ അനുഭവമാണ്. ഇത് പകലത് പുതുമയുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യോസഫിനോട് പറയുന്നൊരു കാര്യമുണ്ട്: നീ ഫലപ്രദമായൊരു വൃക്ഷം നിന്നെ ആറ്റിൻ്റെ അരികെ നട്ടിരിക്കുന്നു. നിനക്കെതിരാളികൾ പലതുണ്ട്, പക്ഷേ നീ ആ മതിലുകൾക്കും മീതെ നീ പടരും. ഇന്ന് ഈ സന്ധ്യാസമയം ഇതിനകത്ത് സൂമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവിന് പറയാനൊരു ദൂതേ ഉള്ളൂ. നമുക്ക് ചുറ്റും ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, മതിലുകൾ ഉയർന്നു നിന്നാലും, മിസ്രൈമിയ കച്ചവടക്കാർ അവന് എതിരെ ഒരു മതിൽ കെട്ടി, അവൻ്റെ സഹോദരന്മാർ അവനെതിരെ ഒരു മതിൽ കെട്ടി, തൻ്റെ പിതാവ് അവനെതിരെ ഒരു മതിൽ കെട്ടി, പൊത്തിപ്പേറിൻ്റെ ഭവനം അവനെതിരെ ഒരു മതിൽ കെട്ടി, കാരാഗ്രഹം ഒരു മതിൽ കെട്ടി. എന്നാൽ അതിനൊന്നും തകർക്കാൻ കഴിയാത്ത ഒരു ആത്മശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു, ഒരു ദർശനം, ഒരു വാക്തത്വം അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവ് നൽകിയതിനെ ഒരിക്കലും തകർക്കാൻ ആർക്കും കഴിയില്ല. അവൻ ആ മതിലിനും മീതെ പടരാനുള്ള ഒരു ആത്മശക്തി പ്രാപിച്ച ചില നിമിഷങ്ങളായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയം ചില ജീവിതങ്ങൾ ഇതിനകത്ത് ആത്മസാന്നിധ്യം പ്രാപിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ചില മതിലുകളെ ചാടിക്കടക്കത്തക്കവണ്ണം ആത്മസാന്നിധ്യം പകരപ്പെടുന്ന, ആത്മശക്തി പ്രാപിക്കുന്ന ചില നിമിഷങ്ങളായി മാറട്ടെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല, കാരണം സൈന്യങ്ങളുടെ യഹോവ എൻ്റെ കൂടെയുണ്ട്, സൈന്യങ്ങളുടെ നായകൻ എൻ്റെ കൂടെയുണ്ട്, അവൻ നായകനായി എൻ്റെ മുൻപിൽ നടക്കുകയാണ്. ഇന്ന് പകലിൽ ആ ധൈര്യത്തോടെ നമുക്ക് ചേർന്ന് ഒരു പാട്ടിന്റെ ഈരടികൾ പാടി നമുക്ക് ആ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്വാതന്ത്ര്യമുള്ളവർ കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ഈ പാട്ടിന്റെ ഈരടികൾ ചേർന്ന് ഞങ്ങളോട് ഒരുമിച്ച് പാടി നമുക്ക് ആ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവൻ എൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവൻ എൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവൻ എൻ്റെ സങ്കേതം, അവൻ എൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിൽ
വ്യാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ തുണ എനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണ എനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമരി പാരിടത്തിൽ ഓ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമരി പാരിടത്തിൽ ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ ആകുലവേളകളിൽ ആകനാളുകളിൽ ഓ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണ എനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണ എനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ഓ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ ഓ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ ഓ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ ആമേൻ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ ഓ വലമിടമായിരങ്ങൾ
ചാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തിടും. അവൻ എന്റെ സങ്കേതമാണത്, അവൻ എന്റെ ബലമാണത്, എന്റെ കോട്ടയാണത്. ഉറപ്പുള്ള ദൈവജനം അധരങ്ങളെ തുറന്ന് ഓ ജീസസ് ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തിയാട്ട് കർത്താവിന് തക്ക മഹത്വം നൽകിയാട്ട്. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അവൻ മാത്രം രാജാധിരാജാവ്, അവൻ മാത്രം കർത്താതി കർത്താവ്. ആ കർത്താവിന് ഇന്ന് ഈ സന്ധ്യാസമയം ഓ മകൻ ഈ ആരാധനയ്ക്ക് നടുവിൽ ചില രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഈ ആരാധനയ്ക്ക് നടുവിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. വിദൂരതകളിൽ പോലും ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ വിടുതലുകൾ വെളിപ്പെടട്ടെ. ഓ ജനത്തിന്റെ മേൽ വലിയ പദ്ധതികൾ വെളിപ്പെടട്ടെ, ദേശത്തിന്റെ മേലുള്ള ഇരുട്ടിന്റെ കെട്ടുകൾ അഴിയട്ടെ, ജനം കൂട്ടത്തോടെ ദൈവത്തിനെ അറിയട്ടെ. ഓ വലിയ വെളിച്ചം കാണട്ടെ. ഓ ഇത് ജനം ശക്തി ഏറ്റെടുക്കുന്ന നിമിഷമായി മാറട്ടെ, ഇത് ജനം വലിയ വിടുതലുകൾ ഏറ്റെടുക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഇന്നലകളിൽ നിന്ന പോലെയല്ല, ഈ നിമിഷത്തിൽ നിൽക്കുന്ന പോലെയല്ല. നാളത്തിൽ അതിശയം ശക്തിയോടെ, അധിക ബലത്തോടെ, അധിക വീരോടെ അനുഭവിക്കുന്ന ഒരൽപ്പസമയം അന്യഭാഷകൾ സ്തുതിപ്പാൻ വരം ലഭിച്ച ദൈവജനം അന്യഭാഷകളെ സ്തുതിച്ചു തുടങ്ങിയാട്ട് യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ഉയർത്തുന്നു പിതാവേ. ഓ അങ്ങ് മാത്രം ഉന്നതൻ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ. അപ്പം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ തരുന്നു. ഇനി ഈ സന്ധ്യാസമയം കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്താൻ കർത്താവ് ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ ആയിരിക്കാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു പിതാവേ. കർത്താവേ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ, അങ്ങയുടെ സ്നേഹം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ, വിട്ടുമാറാത്ത അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ. ഓരോ നിമിഷവും കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിൽപ്പാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ മറന്നൊരു നിമിഷം പോലും കർത്താവേ ഒരു ചുവടെടുത്ത് വെപ്പാൻ ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കരുതേ. അങ്ങയുടെ കൃപയിൽ നീ ഞങ്ങളെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്താൽ നീ ഞങ്ങളെ പൊതിഞ്ഞാട്ടെ കർത്താവ്. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും, ഏത് ഉയർന്ന മതിലുകൾക്ക് നടുവിലും കർത്താവേ അതിനു മീതെ നിൽക്കാനുള്ള ഒരു ആത്മശക്തി നീ ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ കർത്താവേ. ദൈവമേ നീ സഹായിക്കണം. ആരാധനയിൽ കർത്താവേ അങ്ങ് ചെയ്തെടുക്കുന്ന വലിയ ദൈവപ്രവർത്തികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിലൂടെ അങ്ങ് ചെയ്തെടുക്കുന്ന വലിയ പദ്ധതികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായി തീരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. സകല മഹത്വം അങ്ങേക്ക്, സകല പുകഴ്ചയും അങ്ങേക്ക്. തുടർന്ന് ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാക്കണം, വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കണം. കൃപയിൽ അങ്ങ് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൊണ്ടുള്ള സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.